പ്രതിസന്ധികൾ പോകാനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അത് വരരുത് എന്നാണ് പലപ്പോഴും ആഗ്രഹിക്കുന്നത്. ഒരു യാത്ര പുറപ്പെട്ടു. ആ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ആ ഡ്രൈവറായി ജോലി ചെയ്യുന്ന സഹോദരന്മാർ നമ്മുടെ നടുവിലുണ്ട്. അതിൽ യാത്ര ചെയ്യുന്നവരുണ്ട് അല്ലേ? നമ്മൾ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ആ യാത്രക്കാരൻ അല്ലെങ്കിൽ ആ ഡ്രൈവറിന്റെ ആഗ്രഹം എന്താ? വഴിയിൽ പ്രതിസന്ധിയും ഉണ്ടാകരുത്, ക്ഷേമത്തോടെ ബലത്തോടെ ലക്ഷ്യസ്ഥാനത്ത് ഞങ്ങൾക്ക് എത്തണം ഒറ്റ ആഗ്രഹമേ ഉള്ളൂ. പക്ഷേ വാഴ്ചത്തമുള്ളവന് ദൈവശബ്ദം കേട്ടവന് പ്രതിസന്ധി ഉണ്ട്. ആ പ്രതിസന്ധിയുടെ നടുവിലും അവൻ ബലത്തോടെയാണ് ഓരോ ദൈവം ഇതിനെ പരിശുദ്ധാത്മാവ് നോക്കിക്കേ. ദൈവം തിരഞ്ഞെടുത്തവരെ ദൈവം നടത്താൻ വിശ്വസ്തനാണ്. സങ്കീർത്തനക്കാരൻ വായിക്കപ്പെട്ടിരിക്കുന്ന വേദഭാഗത്തിൽ തന്നെ ദൈവാത്മാവ് രേഖപ്പെടുത്തുകയാണ്. അതിന്റെ 4-ാം വാക്യം എന്തായിരുന്നു പരിശുദ്ധാത്മാവ് പറയുന്നത്? നീ തെരഞ്ഞെടുത്തിരിക്കുന്നവരുടെ നന്മ ഞാൻ കാണണം. അങ്ങനെയെങ്കിൽ നമ്മെ ആരാ തെരഞ്ഞെടുത്തത്? പാസ്റ്ററാണോ? പ്രവാചകനാണോ? നോ, മരണത്തെ ജയിച്ചവനായ നസ്രയനായ യേശു ക്രിസ്തുവാണ് നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. എങ്ങനെ അവൻ തെരഞ്ഞെടുത്തിരിക്കുന്നത്? വായല്ല വിളിച്ചത്, നമ്മെ പേര് ചൊല്ലി അവൻ നമ്മെ ഈ ആലയത്തിന്റെ നടുവിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ നമ്മെ ആരാ തെരഞ്ഞെടുത്തിരിക്കുന്നത്? സ്വർഗ്ഗത്തിന്റെ ദൈവത്തിന്റെ പുത്രൻ. അവന്റെ രക്തം നൽകി, അവന്റെ ശരീരം മുഴവുചാല് പോലെ കീറി അവൻ മരണത്തിന് മുമ്പ് അവൻ ഏൽപ്പിച്ചു കൊടുത്ത് ആ മരണത്തെ ജയിച്ച് എഴുന്നേറ്റ് ആണ് നമ്മെ അവൻ എന്തിരിക്കുന്നത്? തെരഞ്ഞെടുത്ത് ഇന്ന് ജയത്തോടെ നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തമ്മിൽ കരം കൊടുത്തിട്ട് എന്നെ തെരഞ്ഞെടുത്തത് മനുഷ്യനല്ല, എന്നെ തെരഞ്ഞെടുത്തത് നിത്യനായ ജീവനുള്ള ദൈവമാണ്. അതുകൊണ്ട് ദൈവമക്കളെ കരം കൊടുത്തവർ തമ്മിൽ സന്തോഷിച്ച് ഇന്ന് മുതൽ കർത്താവിന്റെ നാമം മാത്രം ഉയരാൻ പറയുക. അവൻ ഉറക്കെ വിളിച്ചു പറയണം, എന്നെ തെരഞ്ഞെടുത്തത് ദൈവമാണ്. പക്ഷേ ആ തെരഞ്ഞെടുക്കൽ ഞാൻ തെരഞ്ഞെടുപ്പിന്റെ ദൈവം അനുവദിക്കരുത്. നിന്റെ ദൈവം നട്ടിരിക്കുന്ന ദേശത്ത് നിന്റെ കുടുംബത്തെ നിന്റെ തലമുറയുടെ അതുകൊണ്ട് നമ്മെ തിരഞ്ഞെടുത്തതായ സർവശക്തനായ ദൈവത്തിന്റെ പുത്രനാണ് യേശു ക്രിസ്തുവാണ്. യോസഫിനെ ദൈവം തിരഞ്ഞെടുത്തു. നോക്കിക്കേ, ഏതെല്ലാം ചാപ്റ്ററിൽ കൂടെയാണ് അവനെ ദൈവം നടത്തിയത്. അവൻ ദാവീദിനെ ദൈവം തിരഞ്ഞെടുത്തു. ഏതെല്ലാം ചാപ്റ്ററിൽ കൂടെ അവനെ കർത്താവ് അധികാരപത്രം വാങ്ങിച്ച് മേടിച്ചിറങ്ങിയ ക്രിസ്ത്യാനികളായ ആരെങ്കിലും ദേശത്തുണ്ട്, പട്ടണത്തിലുണ്ട്, യേശുവിനെ ആരെങ്കിലും പരസ്യമായി ഉയർത്തുന്നുണ്ടെങ്കിൽ അവനെ പിടിച്ചിരുത്തി അധികാരം മുന്നിൽ നിർത്താനുള്ള അധികാരപത്രം വാങ്ങിച്ചിറങ്ങിയവനെ പോലും അവൻ ശോഭയുള്ളവനെ ഇറങ്ങി വന്ന് അവനെ പോലും സ്വർഗീയ സ്നേഹത്താൽ പിടിച്ചു കേൾക്കാൻ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വരാൻ തയ്യാറായെങ്കിൽ ഇന്ന് പകൽ ആത്മാവിൽ ദൈവമക്കളെ പ്രാർത്ഥിച്ചു. എന്നെയും നിങ്ങളെയും തെരഞ്ഞെടുത്തത് സർവശക്തനായ ദൈവമാ. അതുകൊണ്ട് ഉറക്കെ പറയണം, കേൾക്കണം. എന്താ? ഞാൻ തോറ്റുപോകാൻ അനുവദിക്കത്തില്ല സ്വർഗത്തിലെ ദൈവം. എന്റെ മുഖം അവൻ താഴ്ത്താൻ ദൈവം അനുവദിക്കത്തില്ല. ഞാൻ ലക്ഷിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. എന്താണ്? സന്തോഷിക്കേണ്ട സമയത്ത് സന്തോഷിച്ചോണം. ദൈവസന്നിധിയിൽ കരയേണ്ട സമയത്ത് കരഞ്ഞോണം. കരഞ്ഞ് നടക്കരുത്. നമ്മുടെ കാര്യമാണ്, ഇസ്രായേലിന്റെ കാര്യമാണ്, നമ്മുടെ കാര്യമാണ്. അവൻ ചോദിച്ചതാണ് അലയരുത്, അലയാൻ നാം സമയം എടുക്കരുത്. കർത്താവിന്റെ പ്രവൃത്തികളിലൂടെ സ്വീകരിക്കരുത്. വായിക്കൊണ്ടിരിക്കുന്ന വേദഭാഗം തിരഞ്ഞെടുക്കപ്പെട്ട തന്റെ ജനത്തോട് ദൈവം സംസാരിക്കുന്നു.
ഒരു പോരാട്ടവും വെല്ലുവിളിയും തടസ്സങ്ങളും ഹൃദയത്തെ പഠിപ്പിക്കുന്ന വാക്കുകളും ഒരു ദൈവം ഇതുണ്ടാകും. അതില്ല എന്ന് ആരും കരുതരുത്. ഇതൊക്കെ വരുന്നത് എന്തിനാണെന്നറിയാമോ? കർത്താവ് നമ്മെ പണിത് നിൽക്കാൻ വേണ്ടി. ഈ തലങ്ങളൊക്കെ വരുമ്പോഴാണ് കർത്താവ് അകത്ത് നൽകിയ ആത്മാവ് നമ്മെ ഒന്ന് പണിയാൻ തുടങ്ങുന്നത്. ശ്രദ്ധിക്കണം, പരിശുദ്ധാത്മാ നമ്മെ ഒന്ന് പണിയാൻ തുടങ്ങും. ഈ പണി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്താണെന്നറിയാമോ? പിന്നെ അവിടെ കച്ചവടം നടത്തുന്നത് ഞാനല്ല, ഈ ആത്മാവാണ്. മനസ്സിലായില്ല? എന്റെ ലൈഫിൽ കച്ചവടം നടത്തേണ്ടത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. എന്റെ ജീവിതത്തിന്റെ നടുവിൽ നിയന്ത്രണം ചെയ്യുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. സഭയുടെ നടുവിൽ നിയന്ത്രണം ചെയ്യുന്നത് ആരാണ്? പാസ്റ്ററാണോ? നോ. ദൈവമക്കളാണോ? നോ. ഞാൻ ഉറക്കെ വിളിച്ചു പറയുന്നത് പരിശുദ്ധാത്മാവാണ്. ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് ദൈവസഭയുടെ നടുവിൽ ഉയരേണ്ടത്. ഒരു പേരുകൾ ഉയരാൻ ദൈവം അനുവദിക്കുന്നു. പത്രോസിനോട് യേശു പറയുന്ന ഒരു കാര്യമുണ്ട്. ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്നുള്ള വെളിപ്പാടാണ്. ഓക്കെ, പക്ഷേ നീ പത്രോസാകുന്നു, ഈ ഭാഗമേ ഞാൻ എന്റെ സഭയെ പണിയും. അല്ലെങ്കിൽ വ്യക്തിക്കല്ല സ്ഥാനം, നമ്മെ വീണ്ടെടുത്ത, നമ്മെ തിരഞ്ഞെടുത്ത യേശുവിനാണ്. അത് നിങ്ങളുടെ ലൈഫിൽ കൊടുക്കണം യേശുവിന്റെ സ്ഥാനം. നിങ്ങളുടെ കുടുംബങ്ങളിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ലൈഫിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, അതിലുപരി ദൈവസഭയുടെ നടുവിലും സ്ഥാനമാർക്ക കർത്താവായ യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിന് സ്ഥാനം കൊടുക്കുന്ന ഇടം എവിടെയുണ്ടോ അവിടെയെല്ലാം യെരിഹോവിന്റെ മതിലുകളെ പുറപ്പാട് പുസ്തകത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ 9-ാം അധ്യായം മുതലെടുക്കാം. പുറപ്പാട് പുസ്തകം 9-ാം അധ്യായം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിന്റെ 21-ാം വാക്യം. മോശെ കടലിന്മേൽ കൈനീട്ടി, യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലമാക്കി. അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു. ആമേൻ. ഒരിക്കൽ കൂടെ വായിച്ചോട്ടെ. മോശെ കടലിന്മേൽ കൈനീട്ടി, യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലമാക്കി. അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു. ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്ത് കൂടി നടന്നുപോയി. അവരുടെ ഇടത്തും വലത്തും വെള്ളം മതിലായി നിന്നു. ഇസ്രായേലിയർ പിന്തുടർന്നു. ഫറവോന്റെ കുതിരയും രഥങ്ങളും കുതിരപ്പടയും എല്ലാം അവരുടെ പിന്നാലെ കടലിന്റെ നടുവിലേക്ക് ചെന്നു. പ്രഭാതയാമത്തിൽ യഹോവ അഗ്നിമേഘ സ്തംഭത്തിൽ നിന്ന് ഇസ്രായേലിന്റെ സൈന്യത്തെ നോക്കി ഇസ്രായേലിന്റെ സൈന്യത്തെ താറുമാറാക്കി. നമുക്ക് ആ സാഹചര്യങ്ങൾ നല്ലതുപോലെ അറിയാം. എങ്കിലും നിങ്ങളുടെ ഓർമ്മയിലേക്ക് അതിനകത്തെ രണ്ട് കാര്യങ്ങളെയാണ് ഈ വാഗ്ദാനം പറയുന്നത്. അവൻ ജനത്തിന് വേറെ വഴി വെട്ടി കൊടുക്കില്ല. കർത്താവ് ഒരു വഴി ഓപ്പണാക്കിയിരുന്നു. ആ വഴിയിൽ തടസ്സം ഉണ്ട്, അത് സത്യമാണ്. പക്ഷേ ആ തടസ്സം മാറാൻ വേറൊന്നും അവിടെ ചെയ്തില്ല. കർത്താവ് കൊടുത്ത അധികാരം ഉപയോഗിച്ചു. മനസ്സിലാകുന്നത്? നിന്നെ ദൈവം വിളിച്ചിരിക്കുന്ന പദ്ധതിയുടെ മുന്നിൽ കർത്താവ് നിന്നെ നേരെ നടത്തുകയാണ്. പക്ഷേ അതിന്റെ മുന്നിൽ എന്താണ് തടസ്സമായി നിൽക്കുന്നത്? ചെങ്കടൽ, അല്ലേ? അങ്ങനെ ഒരു പ്രതിസന്ധി അവിടെ കടന്നു വരുമ്പോൾ അവിടെ ശ്രദ്ധിക്കണം. ആ ഒരു പ്രതിസന്ധിയുടെ മുന്നിൽ അവർ വേറെ റൂട്ട് പ്ലാൻ ചെയ്തു കൊടുത്തോ? ദൈവം ഇല്ല. അവർക്ക് എന്താ ചെയ്തെന്നറിയാമോ? ദൈവത്തിന്റെ വചനം പറയുന്നു, ആ പ്രതിസന്ധിയുടെ മുന്നിൽ നിന്ന് അവരെ അതിന്റെ നടുവിൽ കൂടി കർത്താവ് അവരെ നടത്തി. അതുകൊണ്ട് ആത്മാവിൽ ഒരു ഭൂതം ഞാൻ ഈ പകൽക്കാലം
വിളിച്ചു പറയുകയാണ്, ദൈവം നിന്നെ മുന്നോട്ട് കാലുകൾ വെപ്പിച്ചു നിർത്തിയിരിക്കുമ്പോൾ തടസ്സമാണ് എന്ന് ചിന്തിച്ച് നീ ഇടത്തോട്ടും വലത്തോട്ടും പോകേണ്ട. സ്വന്തം നിൽക്കുന്ന നിൽപ്പിൽ തന്നെ മുന്നോട്ട് സ്റ്റെപ്പ് വയ്ക്കാൻ തയ്യാറാകണമെങ്കിൽ നിശ്ചയമായും ഏതാണ് എന്ത് വിഷയമാണ് പ്രതിസന്ധിയായി നിന്നിൽ ഉയർന്നു വരുന്നത് അതിനെ മുകളിലോട്ട് താഴെ വരെ കീറിക്കളയാൻ ഈ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ, ഇന്നലകളിൽ അത് തിരിച്ചറിഞ്ഞ ദൈവമക്കൾ, അവൻ ആ കരമുയർത്തി കർത്താവിനെന്ന മഹത്വങ്ങളുടെ പരിണയായി തീരണം. സ്വന്തം അങ്ങനെയെങ്കിൽ ആ ചുള പോലെ നിൽക്കുന്ന അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത ആ കടലിന്റെ അവസ്ഥയെ പേപ്പർ കീറുന്നത് പോലെ അവൻ രണ്ട് ചുളകളായി ദൈവം കീറി അകറ്റി നിർത്തി. അങ്ങനെ അതിന്റെ നടുവിൽ കൂടെ ദൈവം അവരെ നടത്തി അക്കരെ നിർത്തിയെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മ ഒരു ദൂതൻ നിങ്ങളോട് വിളിച്ചു പറയുകയാണ്, തടസ്സം മുന്നിൽ ഏതുമാകട്ടെ, ഏത് വെല്ലുവിളിയുമായിക്കോട്ടെ, ഏത് വാക്കുമായിക്കോട്ടെ, ഏത് കൂട്ടുകെട്ടുമായിക്കോട്ടെ, ഏത് ശബ്ദത്തിന്റെ ആരോഗ്യമായിക്കോട്ടെ, ഈ ഇടത്തോട്ട് വലത്തോട്ടോ പോകണ്ട. നിന്നെ വിളിച്ച ദൈവത്തിന്റെ മുന്നിൽ വരുന്ന പ്രതിസന്ധികളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആത്മാവിശ്വാസം അവൻ ചെങ്കടലിനെ വടി താഴെ പൊക്കിയത്. പക്ഷെ ശാസന വന്നത് എവിടുന്നാണ്? ഞാൻ ചെയ്യാൻ തയ്യാറായാൽ ബാക്കി ചെയ്യുന്നതാരാ? ഹലോ, ഞാൻ മുട്ടുമടങ്ങാൻ തയ്യാറായാൽ നിന്റെ വിഷയത്തിന് ബാക്കി വഴി തുറക്കുന്നതാരാ? ദൈവമാണ്. ഈ ദൂത് മനസ്സിലായവർ ആത്മാവിൽ കർത്താവിനോട് ഒരു തീരുമാനമെടുത്തോളം, കർത്താവ് ഈ നിമിഷം മുതൽ ഞാൻ മറ്റെല്ലാ ബന്ധങ്ങളും മാറ്റിവെച്ചിട്ട്, ആശ്രയങ്ങളും മാറ്റിവെച്ചിട്ട്, എന്റെ പ്രൗഢികളെല്ലാം മാറ്റിവെച്ചിട്ട് എന്റെ വിഷയത്തിന്, എന്റെ സഭയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് മുട്ടുകുത്താൻ പോവാ. എന്റെ തലമുറയ്ക്ക് വേണ്ടി ഞാൻ മുട്ടുകുത്താൻ പോവാ. ഞാൻ മുട്ടുകുത്തുമ്പോ ശാസന അയക്കപ്പെടുന്നതിന് സ്വർഗമാണ്. ആത്മാവിൽ പ്രാർത്ഥിച്ചോണം. അവൻ വടിയെടുത്തുയർത്തുന്ന നിമിഷത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിൽ നിന്ന് ശാസന പുറപ്പെടുമ്പോൾ നോക്കിക്കേ, അവൻ സൃഷ്ടി പോലും ആ ശബ്ദത്തിന്റെ മുന്നിൽ മാറി നിൽക്കാൻ ഇടവന്നുവെങ്കിൽ ആത്മനിയോഗത്തോടെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ, നിങ്ങളുടെ വിഷയം ഏതുമായിക്കോട്ടെ കരമുയർത്തിയെന്ന് പ്രാർത്ഥിച്ച് ഈ വചനത്താൽ ഞാൻ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മുന്നിൽ ചെങ്കടലിന് സമമായി നിൽക്കപ്പെടുന്ന വിഷയങ്ങളെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ അവരെ അബ്രഹാം യാത്ര കഴിക്കാൻ തുടങ്ങിയപ്പോൾ ആ യാത പീഠത്തിന്മേൽ വെച്ച യാത വസ്തുവിനെ ലക്ഷ്യമിറങ്ങി വന്ന ദേശത്തിന്റെ ഒരു വ്യാപാരമായി റാങ്കൽ പക്ഷിയെ അബ്രഹാം കണ്ട് അവൻ ഓടിപ്പോയില്ല. അവൻ പ്രവാചകനെ വിളിച്ചെന്നല്ല, ഫോണെടുത്തടുത്താണ് വിളിച്ചെന്നല്ല, പിന്നെയോ അവന്റെ മേൽ വ്യാപരിക്കപ്പെട്ട കൃപയ്ക്കൊത്തവണ്ണം അവൻ പ്രാപിച്ച കൃപയ്ക്കൊത്തവണ്ണം അവന്റെ നാവിനെ അവൻ ചലിപ്പിച്ചു. അങ്ങനെയെങ്കിൽ ദൈവസഭയിൽ കടന്നു വന്ന ദൈവമക്കളെ, നാം ഇന്ന് പകൽ ഇതിന്റെ മധ്യത്തിലായിരിക്കുമ്പോൾ റാങ്കൽ പക്ഷിയൊക്കെ നമ്മുടെ ജീവിതത്തിലൊക്കെ ഇങ്ങനെ നിറന്നുണ്ടാകും പല നന്മകളൊക്കെ ചോർത്തിക്കളയും. പക്ഷേ ആത്മാവിൽ നിങ്ങൾ പ്രാർത്ഥിച്ചോണം, അതിനെ ശാസിച്ച് തകർത്ത് കളയാൻ എന്റെ നാവിൽ ഒരു അധികാരം കർത്താവ് തന്നിട്ടുണ്ട്. മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞിട്ട് ദൈവം നൽകപ്പെട്ടിരിക്കുന്ന ആ അധികാരത്തെ നഷ്ടപ്പെടുത്തരുത്. അവൻ മറ്റുള്ള തലങ്ങളിലേക്ക് പോയി അഭിപ്രായം പറഞ്ഞ് അവൻ ആ ദൈവകൃപ ദൈവജനമേ നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. അവൻ കർത്താവിന് ദാനമായി തന്നു. ആ ദാനമായി നൽകപ്പെട്ടിരിക്കുന്ന കൃപ എന്ത് ചെയ്തോളും? കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഉപയോഗിച്ചോണം. ഇന്നത്തെ മുതൽ കർത്താവിനോട് പ്രാർത്ഥന, എന്റെ നാവിന്മേൽ ഒരു പുതിയ അധികാരം കർത്താവ് നൽകപ്പെട്ടിട്ടുണ്ട്. അധികാരം എങ്ങനെയാണ് ഈ ഭൂലോകത്ത് വെളിപ്പെട്ടു വന്നത്? അവൻ പഴയ നിയമ കാലഘട്ടത്തിൽ സെലക്ടഡായ ചിലർക്ക് മാത്രമേ അധികാരം നാവിൽ വെളിപ്പെട്ടു വന്നുള്ളൂ. നോക്കിക്കേ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം എടുക്കേണ്ട. ആ 2-ാം അധ്യായത്തിൽ പ്രധാന വിഷയമുണ്ട്. ദൈവസഭയുടെ ആരംഭ കാലഘട്ടത്തിൽ ചരിത്രത്തെ പോലും മാറ്റിയെടുത്ത രീതിയിൽ ദൈവത്തിന്റെ
പരിശുദ്ധാത്മാവ് അവിടെ കാത്തിരുന്ന 120 പേരുടെ മേലിൽ കടന്നു വന്നു. അങ്ങനെയെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഇത്ര പേരുടെ മേലും ആത്മശക്തി ഇറങ്ങാൻ വിശ്വസ്തനായി എന്ന് പറഞ്ഞതിന്റെ നടുവിൽ നിൽക്കപ്പെടുമ്പോൾ ഞാൻ ഒഴുക്കപ്പെടുന്നു, സമർപ്പിക്കപ്പെടുന്നു, അതിനായി എന്നെ ഉപയോഗിക്കണം എന്ന ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? നിങ്ങൾ അതിനുവേണ്ടി ഒന്ന് സമർപ്പിച്ചു കൊടുക്കാമോ? ദൈവസഭയെ അതിനുവേണ്ടി ഒഴുക്കപ്പെടാമോ? നിശ്ചയമായോ ഈ പട്ടണത്തിന്റെ നടുവിൽ നിങ്ങൾ നിങ്ങളുടെ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും. അതുകൊണ്ട് വിശ്വാസത്തോടൊന്ന് പ്രഖ്യാപിച്ച്, എന്റെ കർത്താവ് എന്റെ നാവുകൊണ്ട് എന്റെ കൈകൊണ്ട് സ്വന്തം ഈ പട്ടണത്തിൽ എന്റെ ഭവനത്തിൽ ഞാൻ ആയിരിക്കുന്ന മേഖലയിൽ ദൈവം ഒരു അത്ഭുതം ചെയ്യാൻ പോകും. വിശ്വാസത്തോടെ പ്രഖ്യാപിച്ച ദൈവമക്കളെ ബുദ്ധനായ വിശകത കേട്ട് അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് അവിടെ ഓർപ്പിക്കപ്പെടുന്നത് 21 വാക്യത്തിൽ നാം വായിച്ചത്, മോശ കടലിന്മേൽ കൈ നീട്ടി. യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റ് കൊണ്ട്. യോശുവയുടെ പുസ്തകത്തിൽ 3-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിൽ ഒരു കാര്യം പഠിപ്പിച്ചു. സാരിനാന് സമീപത്തുള്ള യോശുവയുടെ പുസ്തകം സാരിനാന് സമീപത്തുള്ള ആദാം പട്ടണത്തിനരികെ ബഹുദൂരത്തോളം ചിറക് പോലെ പൊങ്ങി അരാബിയിലെ കടലായ ഉപ്പുകടലിലേക്ക് ഒഴുകിയ വെള്ളം വാർന്നുപോയി. ജനം യെരിഹോവിന് നേരെ മറുകര കടന്നു. യഹോവയുടെ നിയമപെട്ടകം ചുമന്ന പുരോഹിതന്മാർ യോർദാന്റെ നടുവിൽ ഉണങ്ങിയ നിലത്ത് ഉറച്ചു നിന്നു. ഉണങ്ങിയ നിലത്ത് ഉറച്ചു നിന്നു. നമ്മളോട് എല്ലാവരുടെ പരിശുദ്ധാത്മാ പറയുന്നത് അറിഞ്ഞ സത്യത്തിൽ ഉറച്ചു നിന്നോ. ഇടത്തോട്ട് വലത്തോട്ടൊന്നും നോക്കരുത്. ഉറച്ചു നിന്നാൽ, മാതാപിതാക്കളെ നിങ്ങൾ ഉറച്ചു നിന്നാൽ നിങ്ങളുടെ തലമുറ ആ തലങ്ങളിൽ സഭ ഒരു പട്ടണത്തിൽ ഉറച്ചു നിന്നാൽ അർഹിക്കാത്ത ഇടങ്ങളിൽ കൂടെ ദൈവസഭയെ ദൈവം എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ചുമന്ന പുരോഹിതന്മാർ അവിടെ രേഖപ്പെടുത്തിയത് ഉണങ്ങിയ നിലത്ത്. ഇതിന് മുന്നമേ എന്തായിരുന്നു അവിടെ സംഭവിച്ചത്? ഇതിന് മുന്നമേ അവിടെ എന്തുണ്ടായിരുന്നു? ഹലോ പറയൂ, എന്തുണ്ടായിരുന്നു? വെള്ളമുണ്ടായിരുന്നു. പക്ഷെ പെട്ടകം ചുമന്ന പുരോഹിതന്മാർ ജനം പുറകെ നിൽക്കപ്പെടുക, മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം നിൽക്കപ്പെടുമ്പോ വിശ്വാസത്തോടെ വിശുദ്ധ വേദപുസ്തകം എടുത്ത് നിന്നെ ദൈവം നട്ടിരിക്കുന്ന സ്ഥാനത്ത് ഇടത്തോട്ടും വലത്തോട്ടും തിരിയാതെ ഈ പുരോഹിതന്മാർ നിന്നതുപോലെ ദൈവമക്കളെ നമ്മളും ഒന്ന് നിന്ന് കഴിയാണ്. സ്തോത്രം. നിശ്ചയമായും ആമേൻ ദൈവം ചില വാതിലുകൾ നമ്മൾക്ക് വേണ്ടി കർത്താവ് തുറന്നിരിക്കും. സ്തോത്രം. വിശ്വാസത്തോടെ ദൈവാത്മാവിന്റെ നിയോഗത്തോടെ ഞാൻ വിളിച്ചു പറയുകയാണ്, നമ്മൾ നിന്നാൽ കർത്താവ് നമ്മളിൽ കൂടെ ചെയ്തെടുക്കാൻ വേണ്ടിയായിരിക്കും. അങ്ങനെയെങ്കിൽ കർത്താവിനോട് ഒരു നിമിഷം നിങ്ങൾ പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാകാമോ? ഒരു നിമിഷം നിങ്ങളോട് സറണ്ടറായിക്കാട്ട് ആ വേദമാനത്തിന്റെ മുന്നിൽ ഒരു നിമിഷം ഒന്ന് സമർപ്പിച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഈ വചനത്തിന്റെ മുന്നിൽ നിങ്ങൾ ശാന്തരായിരിക്കരുത്. ഒരു നിമിഷം കണ്ണുകളെ അടച്ചാൽ ദൈവമക്കളും കർത്താവിനോട് പ്രാർത്ഥിക്കും. കർത്താവേ, മരണത്തെ ജയിച്ച് ഉയർച്ചെടുത്തവനായ ഞങ്ങളുടെ ദൈവം ഇന്ന് മകൾ ഇതിന്റെ നടുവിൽ എഴുന്നള്ളി വന്നിരിക്കുമ്പോൾ ഞങ്ങളുടെ മുന്നിൽ ചെങ്കടൽ പോലെ യോർദാനിലൂടെ ചില വിഷയങ്ങൾ ഞങ്ങളുടെ മുന്നിൽ നിൽക്കപ്പെടുമ്പോൾ കർത്താവ് ഇടത്തോട്ട് വലത്തോട്ട് പോകാനല്ല, ഞങ്ങളെ നിർത്തിയിരിക്കുന്ന ഇടത്ത് ഉറച്ചു നിന്ന് മുന്നോട്ട് സ്റ്റെപ്പ് വയ്ക്കാൻ ദൈവാത്മാവ് അധികാരപ്പെടുത്തുന്നു. എല്ലാ കുടുംബങ്ങളും അതിനുവേണ്ടി ഒന്ന് സമർപ്പിച്ച്, എല്ലാവരും അതിനുവേണ്ടി ഒന്ന് സമർപ്പിച്ച്, കർത്താവേ എനിക്ക് മുന്നോട്ട് പോകണം. ഞാൻ നിൽക്കുന്നിടത്ത് തോറ്റുപോയി മൗനമായി നിൽക്കപ്പെടാനുള്ളതല്ല, എനിക്ക് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹത്തോടെ ഒരു നിമിഷം പ്രാർത്ഥിച്ച്, എല്ലാ കുഞ്ഞുങ്ങളടക്കം എല്ലാവരും പ്രാർത്ഥിച്ച്, യേശുവിൻ അധികാരമുള്ള നാമത്തിൽ കർത്താവേ ഈ വചനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല കുടുംബങ്ങളെയും അവർ നിൽക്കുന്ന തലങ്ങളിൽ പ്രതിസന്ധിയുടെ മേഖലകളൊക്കെ മാറി കർത്താവ് നൽകപ്പെട്ടിരിക്കുന്ന വാഗ്ദത്തങ്ങളിലേക്ക് ഓടുവാൻ ആ ഉണങ്ങിയ നിലത്തൂടെ തന്റെ ജനത്തെ നടത്തിയതുപോലെ ഇന്ന് പകൽക്കാലം ഞങ്ങളെ നടത്തുവാൻ ദൈവം ശക്തനാണല്ലോ. ഈ പകൽക്കാലം വചനത്തിന്റെ മുന്നിൽ ഈ കുടുംബങ്ങളെ ഞങ്ങളുടെ മധ്യത്തിൽ അതിഥികളായി വന്ന പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു.
സ്വർഗമായ ചെയ്തതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള നിമിഷങ്ങളിൽ